തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ RSS നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കി തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച യുവതിയുടെ ആത്മഹത്യാശ്രമം. നെടുമങ്ങാട് നഗരസഭ പനങ്ങോട്ടല വാർഡിൽ മത്സരിക്കാൻ ധാരണയുണ്ടായിരുന്നുവെങ്കിലും RSS പ്രാദേശിക നേതൃത്വം ഇടപെട്ട് ഒഴിവാക്കിയെന്നാണ് ശാലിനി സനിലിന്റെ ആരോപണം. എന്നാൽ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല എന്നാണ് BJP നേതൃത്വം വിശദീകരിക്കുന്നത്. മഹിളാ മോർച്ച നോർത്ത് ജില്ലാ സെക്രട്ടറിയും BJPയുടെ സജീവ പ്രവർത്തകയുമാണ് ശാലിനി സനിൽ. മുൻപ് 2 തവണ BJPക്ക് വേണ്ടി മത്സരിച്ചിട്ടുമുണ്ട്. നെടുമങ്ങാട് പനക്കോട്ടല വാർഡിൽ മത്സരിക്കാമെന്ന ധാരണയുടെ പുറത്ത് പ്രവർത്തനങ്ങളും ആരംഭിച്ചിരുന്നു. BJP അന്തിമ സ്ഥാനാർത്ഥി പട്ടികയായില്ലെങ്കിലും RSS പ്രാദേശിക നേതൃത്വം ശാലിനിയെ തഴഞ്ഞ് മറ്റൊരാളെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതോടെയാണ് ശാലിനി മാനസിക വിഷമത്തിലായത്. ഇന്നലെ അർദ്ധരാത്രിയിൽ വീട്ടിൽ വെച്ച് കൈഞ്ഞരമ്പ് മുറിക്കുകയായിരുന്നു. ബന്ധുക്കൾ കണ്ടതിനാൽ ഉടൻ തന്നെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. നിലവിൽ അപകടനില തരണം ചെയ്ത് ശാലിനി ആശുപത്രി വിട്ടു. RSS പ്രാദേശിക നേതൃത്വത്തിന് താൽപര്യമുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കാൻ തനിക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തിയെന്നും വ്യക്തിഹത്യ താങ്ങാൻ കഴിഞ്ഞില്ലെന്നും ശാലിനി. സംഘടന പറഞ്ഞതിന്റെ പേരിൽ വേറെ 2 വാർഡുകളിലായിട്ട് മത്സരിച്ച ആളാണ്. പക്ഷേ ഇപ്പോൾ പാർട്ടി തന്നെ തീരുമാനിച്ച് എനിക്ക് എൻ്റെ സ്വന്തം സ്ഥലം തന്നതാണ്. അപ്പോൾ അവിടെ ഒരു രീതിയിൽ ഞാൻ ജയിച്ചു വരരുത് എന്നുള്ള രീതിയിൽ അവർ വ്യക്തിവൈരാഗ്യം തീർത്തതാണ്. പ്രചരണം നടത്താൻ പറ്റാത്ത രീതിയിൽ അവർ ഈ പറഞ്ഞ വ്യക്തികൾ വാർഡിൽ പല ഭാഗത്തും എന്നെപ്പറ്റി വളരെ മോശമായിട്ടുള്ള രീതിയിൽ പല കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട്. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനമായില്ലെങ്കിലും ഇന്ന് രാവിലെ മുതൽ വാർഡിൽ മറ്റൊരാൾ പ്രചാരണ പരിപാടികളുമായി സജീവമായിട്ടുണ്ട്. നെടുമങ്ങാട് നഗരസഭയിലെ 42 വാർഡുകളിൽ 7 BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. പനക്കോട്ടല വാർഡിൽ 3 പേരുകൾ ഉയർന്നു വന്നിട്ടുണ്ടെന്നും ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ വിശദമായ കൂടിയാലോചനകൾക്ക് ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും BJP നേതൃത്വം വിശദീകരിക്കുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.